CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്ലേ ഓഫ് മത്സരം. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായ മുഹമ്മദ് ഐമനും ഇന്നത്തെ ഒഡീഷ എഫ്സിക്കെതിരായുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഇന്ന് ഒഡീഷയുടെ തട്ടകത്തിൽ വെച്ച് രാത്രി 7:30 കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വേഴ്സസ് ഒഡീഷ എഫ്സി പ്ലേ ഓഫ് മത്സരം നടക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിന് മുമ്പായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ആശാൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒഡീഷ എഫ്സി വളരെ ശക്തരായ ടീമാണ്. കൂടാതെ തന്നെ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സ്ഥിരതയോടെ ഒരു കളിച്ച ടീമുമാണ് ഒഡീഷ എഫ്സി എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അഥവാ ഏറ്റവും ഒട്ടും തന്നെ സ്ഥിരതയില്ലാതെ കളിച്ച ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത്. കാരണം 7 ശസ്ത്രക്രിയകളാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങൾക്ക് ഉണ്ടായത്. കൂടാതെ തന്നെ ഈ ISL ലീഗിലെ ആദ്യ മത്സരവും ലീഗിലെ അവസാന മത്സരവും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആദ്യ മത്സരത്തിൽ കളിച്ച ഒരൊറ്റ കളിക്കാരൻ മാത്രമേ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിനായി പന്ത് തട്ടിയിട്ടുള്ളൂ. അത്രത്തോളം ബ്ലാസ്റ്റേഴ്സിനെ പരിക്കുകൾ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒഡീഷ എഫ്സി എന്ന ടീമിനെ നേരിടുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്ന ടീം സജ്ജമാണിപ്പോൾ. ടീം പോസിറ്റീവായാണ് ചിന്തിക്കുന്നതെല്ലാം തന്നെ. കൂടാതെ തന്നെ ഒറ്റ മത്സരമാണുള്ളത്. ഈ ഒരു മത്സരത്തിനായി എല്ലാം നൽകുമെന്നും കളം വിടുമ്പോൾ ഒരു കുറ്റബോധവും ഒരു കളിക്കാരനും പാടില്ല എന്നും അങ്ങനെ തോന്നിക്കുന്ന വിധമുള്ള പ്രകടനം നടത്തുമെന്നുമാണ് ഇവാൻ വുക്കോമാനോവിച്ച് ഇന്നത്തെ ഒഡീഷ എഫ്സിക്കെതിരായുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരം ഇന്ന് രാത്രി 7:30 നടക്കാൻ പോകുന്നത്. അതും ഒഡീഷ എഫ്സിയുടെ തട്ടകത്തിൽ വെച്ച് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിക്കുകയാണെങ്കിൽ സെമിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ ആയിരിക്കും നേരിടുക. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ അഥവാ യുവതാരമായ മുഹമ്മദ് ഐമൻ പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്താലും ഇന്നത്തെ മത്സരം വിജയിക്കണമെന്നാണ്. ഏതായാലും നമുക്ക് ഐമന്റെ വാക്കുകളിലേക്കൊന്ന് കടക്കാം. ടീം പോസിറ്റീവ് ആണെന്നും ഈ ഒരു മത്സരത്തിനായി തയ്യാറാണെന്നുമാണ് യുവതാരം പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഐമൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഐമന്റെ വിശദമായ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം. പ്ലേ ഓഫ് എന്നത് ഒരു മത്സരമാണ്. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഇപ്പോൾ പോസിറ്റീവ് കൂടിയാണ്. ഈ ഒരു കളി എന്ത് വില കൊടുത്തും വിജയിക്കണം. ഞങ്ങൾ നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. ഐമൻ ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഐമൻ തന്റെ ആദ്യ ISL ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. സ്വന്തം സഹോദരന്റെ കൂടെ ഒരു ക്ലബിൽ കളിക്കാൻ ആകുന്നത് സന്തോഷം നൽകുന്നുണ്ട് എന്നും മാതാപിതാക്കൾ ഞങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നുണ്ട് എന്നുമാണ് ഐമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഐമന്റെയും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെയും വാക്കുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം ഇന്നത്തെ ഒഡീഷ എഫ്സിക്കെതിരായുള്ള പ്ലേ ഓഫിലെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അത്രയധികം സജ്ജമായിട്ടുണ്ട് എന്നത്. ഏതായാലും തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മാസ്റ്റർ പ്ലാൻ തന്നെയാണ് കാണാൻ സാധിക്കുക. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയാൻ ലൂണെ ഇന്ന് കളിക്കളത്തിൽ ഉണ്ടാവുന്നതാണ്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡയമൻഡഗോസ് ഇന്നത്തെ മത്സരം കളിക്കുമോ ഇല്ലേ എന്നൊന്നും ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടില്ല. വെറും 30% മാത്രമാണ് താരം ഇന്നത്തെ മത്സരത്തിൽ ബൂട്ട് കെട്ടാൻ സാധ്യതയായി കൽപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.